ഹായ്, എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോ ഒരൊറ്റ വാചകം മതി എല്ലാം മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരൊറ്റ സെന്റൻസ്, അതിലൊരു യുദ്ധത്തിന്റെ ഗതി വരെ ഉണ്ടാകാം. ഒരു രാജാവിന്റെ മനസ്സ്, എന്തിന് ഒരു സാമ്രാജ്യത്തിന്റെ വിധി പോലും. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വാചകമാണ് കീറിമുറിക്കാൻ പോകുന്നത്. ഇതങ്ങനെ ഇങ്ങനെയുള്ളൊരു വാചകമൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്ന്, മഹാഭാരത യുദ്ധം, തുടങ്ങാൻ പോവുകയാണ്. ആ നിമിഷം ഒരു രാജാവ്, ദുര്യോധനൻ, തന്റെ സൈന്യത്തിന് കൊടുക്കുന്ന ആദ്യത്തെ ഓർഡറാണിത്. അപ്പോ ഈ ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ഉത്തരം തേടുന്നത്. എന്താണിതിന്റെ പിന്നിൽ? നമുക്ക് നോക്കാം. ഈ ഒരൊറ്റ കൽപ്പനയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയം, തന്ത്രം, പിന്നെ ആ വലിയ ദുരന്തം എല്ലാം നമുക്ക് പുറത്തെടുക്കാം. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കിയേ. രണ്ട് കൂറ്റൻ സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുന്നു. ലക്ഷക്കണക്കിന് പടയാളികൾ. തൊട്ടുമുന്നിൽ ഒരു മഹാവിപത്ത് കാത്തിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് ഒരു രാജാവ് തന്റെ ആദ്യത്തെ ഏറ്റവും നിർണായകമായ നീക്കം നടത്താൻ പോകുന്നത്. ദുര്യോധനന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വലിയ പ്രഷറായിരിക്കും. കാരണം ഈ ആദ്യത്തെ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്നുകിൽ സൈന്യത്തിന് ആത്മവിശ്വാസം കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ധൈര്യം മുഴുവൻ ചോർത്തിക്കളയും. അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ആദ്യത്തെ വാക്കുകൾ. ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? ഈ കൽപ്പനയിലെ ഓരോ വാക്കും, ഓരോ അക്ഷരവും നമുക്കൊന്ന് കീറിമുറിച്ചു നോക്കാം. എന്താണ് അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താം. ഇവിടെയാണ് ആദ്യത്തെ ക്ലൂ. ഇതൊരു ആക്രമണത്തിനുള്ള കൽപ്പനയല്ല, മറിച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ളതാണ്, പ്രതിരോധിക്കാനുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യുദ്ധം തുടങ്ങുമ്പോ ആദ്യത്തെ ഓർഡർ അറ്റാക്ക് എന്നല്ല, പ്രൊട്ടക്ട് എന്നാണ്. തന്ത്രപരമായി നോക്കിയാൽ ഇത് ഭയത്തിൽ നിന്ന് വരുന്ന ഒരു നീക്കമാണ്. ഈ ഒരൊറ്റ വാക്കുണ്ടല്ലോ, ഏവ അഥവാ മാത്രം, അതൊരു തരം സൈക്കോളജിക്കൽ കുറ്റസമ്മതം പോലെയാണ്. എന്റെ കമാൻഡർക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് രാജാവ് തന്നെ സമ്മതിക്കുകയാണ്. തന്ത്രത്തിന്റെ രൂപത്തിൽ വരുന്ന ഒരു തരം നിസ്സഹായതയാണിത്, അല്ലേ? ഈ ആവർത്തിച്ചുള്ള ഊന്നൽ കണ്ടോ? നിങ്ങളെല്ലാവരും തീർച്ചയായും, ഉറപ്പായും എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാ? അത് രാജാവിന്റെ ഉള്ളിലെ ഭയത്തെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഒരാൾ എത്രത്തോളം ഉറപ്പിച്ചു പറയുന്നുവോ അത്രത്തോളം അയാൾക്ക് ഉള്ളിൽ ഉറപ്പില്ല എന്നതിന്റെ തെളിവാണിത്. ആ ആത്മവിശ്വാസമൊക്കെ ഒരു മുഖമൂടി മാത്രമായിരുന്നു എന്നിവിടെ വ്യക്തമാവുകയാണ്. അപ്പോ ഈ ഒരു നിസ്സഹായമായ കൽപ്പന കേട്ട് അവിടെ നിൽക്കുന്ന ആ വലിയ വലിയ ജനറൽമാർ, ദ്രോണരെയും ഭീഷ്മരെയും ഒക്കെ പോലുള്ളവർക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. സൈന്യത്തിന്റെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ദ്രോണാചാര്യർ ഇത് കേൾക്കുന്നു. അദ്ദേഹത്തിന് ഒറ്റയടിക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെ ഒരു ഓർഡർ തരുന്ന രാജാവ് മനസ്സുകൊണ്ട് യുദ്ധം തോറ്റുകഴിഞ്ഞു, നമ്മൾ സ്വയം അപകടത്തിലാവുകയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കടമ കാരണം മിണ്ടാതിരിക്കാനേ അദ്ദേഹത്തിന് കഴിയുമായിരുന്നുള്ളൂ. ഇനി ഭീഷ്മരുടെ കാര്യമോ? അതിലും വലിയ ട്രാജഡിയാണ്. അജയനായ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത യോദ്ധാവ്. അദ്ദേഹത്തോടാണ് സ്വന്തം രാജാവ് പറയുന്നത്, നിന്നെനിക്ക് വിശ്വാസമില്ല, നിന്നെ സംരക്ഷിക്കാൻ ആളെ വേണമെന്ന്. ആ കേൾക്കുന്ന നിമിഷം അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നിട്ടുണ്ടാവും. രാജാവിന് വേണ്ടത് എന്റെ സംരക്ഷണമല്ല, വിശ്വാസമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആ വിശ്വാസം കടലാസ് പോലെ നേർത്തതാണെന്നും. പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സറിഞ്ഞ് യുദ്ധം ചെയ്യാൻ പറ്റുക? രാജാവിന്റെ ശബ്ദത്തിലെ ഈ ഭയം ഒരു വൈറസ് പോലെയാണ് സൈന്യത്തിലേക്ക് പടർന്നത്. സാധാരണ പടയാളികൾ അത് കേട്ടു. അവരുടെ ഉള്ളിലുള്ള പേടി ഇരട്ടിയായി. യുദ്ധം തുടങ്ങുന്നതിനു മുൻപ്, ഒരൊറ്റ അമ്പെയ്യുന്നതിന് മുൻപ് തന്നെ സൈന്യത്തിന്റെ മനോവീര്യം പകുതിയായി തകർന്നു കഴിഞ്ഞു. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഒരൊറ്റ കൽപ്പന മതി ദുര്യോധനന്റെ യുദ്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ. അതിന്റെ ധാർമ്മികവും മാനസികവുമായ അടിത്തറ എത്ര ദുർബലമാണെന്ന് അത് തുറന്നു കാണിക്കുന്നു. അപ്പോ നോക്കൂ, എല്ലാ രീതിയിലും ആ ഒരൊറ്റ കൽപ്പന ഒരു വൻ പരാജയമായിരുന്നു. തന്ത്രപരമായി, മാനസികമായി, ധാർമ്മികമായി, എല്ലാ രീതിയിലും. അതോടുകൂടി ആ സൈന്യത്തിന്റെ വിധി ഏതാണ്ട് എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കാണുന്നത്. ഒരേ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രണ്ടുപേർ. ദുര്യോധനന്റെ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി ഭയത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ ഭീഷ്മരെ നഷ്ടപ്പെടുമോ എന്ന ഭയം. എന്നാൽ അർജുനന്റെ അറ്റാച്ച്മെന്റോ അത് അനുകമ്പയിൽ നിന്നാണ് വരുന്നത്. എന്റെ ഭീഷ്മരെ എനിക്ക് കൊല്ലാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖം. ഈ ഒരു വ്യത്യാസത്തിൽ നിന്നാണ് ഭഗവത്ഗീതയുടെ കാതലായ പാഠം തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കഥയ്ക്ക് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന്, അല്ലേ? പക്ഷേ നേതൃത്വത്തെക്കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചും, എന്തിന് നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും ഇതിലെ വലിയൊരു പാഠമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദുര്യോധനന്റെ ഈ തെറ്റ് നമുക്കെല്ലാവർക്കും സംഭവിക്കാവുന്ന ഒന്നാണ്. നമ്മളും പലപ്പോഴും സുരക്ഷയ്ക്കായി ബാഹ്യമായ കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങാറില്ലേ?
അത് ചിലപ്പോൾ ആളുകളാകാം, ജോലിയാകാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളാകാം. ജയിക്കുന്നതിനേക്കാൾ കയ്യിലുള്ളത് നഷ്ടപ്പെടാതിരിക്കാനായി നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് കാണിക്കുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭയം മറച്ചുവെക്കാനായിരിക്കും. ഇത് കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ നമ്മളുമായൊരു ബന്ധം തോന്നുന്നില്ലേ? അപ്പോ ഇതിനൊരു പരിഹാരമില്ലേ? ഗീത ഒരു മൂന്നാം വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വ്യക്തികളെയോ വസ്തുക്കളെയോ അല്ല സംരക്ഷിക്കേണ്ടത്, മറിച്ച് ധർമ്മത്തെയാണ്, ശരിയെയാണ്. എന്ത് ചെയ്താലും അതിന്റെ ഫലത്തിൽ ആശ്രയിക്കാതെ, ആസക്തിയില്ലാതെ പ്രവർത്തിക്കുക. അതാണ് ദുര്യോധനന്റെ തെറ്റിനുള്ള ഗീതയുടെ മറുപടി. അപ്പോ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ എന്തിനെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.